ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു 2 കപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ടിട്ട് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച 2 കപ്പ് ക്യാരറ്റും ഒരു 1.25 കപ്പ് ഈന്തപ്പഴവും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കണം, നല്ല ചൂടാറണം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കുക, 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ചീശി ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആ എഗ്ഗ് മിക്സ് ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് ഈ മൈദ മിക്സ് അല്ല ഗോതമ്പ് പൊടി മിക്സും കൂടി കുറച്ചീശി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ ക്യാരറ്റ് ഡേറ്റ്സ് മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് മോൾഡിലാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് ബട്ടർ പേപ്പറും ഓയിലൊക്കെ പുരട്ടി ഗ്രീസ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യുക, ബേക്ക് ചെയ്യാൻ വെക്കുക. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചാൽ മതി. ഞാൻ ഓവനിലാണ് വെക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചെറി അവിടെ ഇരിക്കണ്ടായിരുന്നു, അതും ഇട്ട് 2-3 കാഷ്യൂനട്ടും ഉണ്ടായിരുന്നു, അതും ഇട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. ഒരു 40, 50, 60 മിനിറ്റ് ഒക്കെ വന്നു എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മധുരവും കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നി, കാരണം ആ ഈ ഡേറ്റ്സിൻ്റെ ഒക്കെ മധുരമില്ലേ അത്. പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.